ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13th സെപ്റ്റംബർ ആണ്. ഇപ്പോൾ നമ്മളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ പല കുട്ടികളുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മുടെ പല അസൈൻമെൻറ്റിലും പല ഡേറ്റാണ് കാണുന്നത്. ചിലതിൽ നമുക്ക് കാണുന്നത് 13th സെപ്റ്റംബർ ആണ്, ചിലതിൽ October 15th, ചിലതിൽ October 31st ഒക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ പല കുട്ടികളും ഡൗട്ട് അടിക്കുന്നത് ഇതിൽ ഏതാണ് ശരിക്കുമുള്ളൊരു ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഇഗ്നോ ഒഫീഷ്യലി പറയുന്നത് നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാം ആയാലും ഓൺലൈൻ പ്രോഗ്രാം ആയാലും എല്ലാവർക്കും ഒരേ ഡേറ്റാണ് സാധാരണയായിട്ട് പറയാറുള്ളത്. അത് നിങ്ങൾ സോഫ്റ്റ് കോപ്പി എടുത്തവരായാലും അല്ലെങ്കിൽ ഹാർഡ് കോപ്പി എടുത്തവരായാലും എല്ലാവർക്കും ഒരേ ഡേറ്റാണ്. അത് ഇപ്പോൾ വന്നിട്ടുള്ളത് 13th സെപ്റ്റംബർ ആണ്. ഇഗ്നോയുടെ സ്റ്റഡി സെൻറ്ററിന് അവർ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ചില കോളേജുകൾ അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റ്, അതായത് അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 13th സെപ്റ്റംബർ ആണെങ്കിൽ പോലും അവരുടെ ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാറിയേക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ JDT പോലെയുള്ള കോളേജുകൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റാണ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യാറുള്ളത്. അവർ അസൈൻമെൻറ്റ് വാങ്ങുന്ന ഡേറ്റ് തന്നെ October 2 മുതലാണ് അവർ അസൈൻമെൻറ്റ് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് November 15th വരെയാണ് അവരുടെ ഡേറ്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവർ 13th November വരെ ആക്കിയാൽ പോലും നമ്മളുടെ JDT വാങ്ങുന്നത് 15th November വരെ ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് ഓരോ സ്റ്റഡി സെൻറ്റേഴ്സിനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് ഏതാണോ പറയുന്ന ഡേറ്റ് ആ ഒരു ഡേറ്റിലായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. അത് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലെ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടുക. നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ വാലുവേഷൻ നടത്തുന്നതും ഈ ഒരു സ്റ്റഡി സെൻറ്ററാണ്. അതിനുശേഷം മാത്രമേ അവർ ആ ഒരു മാർക്ക് നമ്മളുടെ റീജിയണൽ സെൻറ്ററിലേക്ക് കൈമാറുകയുള്ളൂ. ഇത് സാധാരണയായി എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ സാധാരണയായി 13th സെപ്റ്റംബറിന് ശേഷം നമ്മുടെ കഴിഞ്ഞ വർഷം ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. കഴിഞ്ഞ ഇയർ ഡിസംബർ ടൈം നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13th സെപ്റ്റംബർ തന്നെയായിരുന്നു. അതിനുശേഷം 16th ഒക്ടോബറിലാണ് നമ്മളുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് വന്നിട്ടുള്ളത് നമുക്ക് കാണാം 31st ഒക്ടോബർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 13th സെപ്റ്റംബറും കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ വളരെ പേടിച്ചിരുന്നു ഇത് എക്സ്റ്റെൻഡ് ചെയ്യാതെ ഇരിക്കുമോ എന്നുള്ളത്. എന്നാൽ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ 2024 സെപ്റ്റംബർ 13th നമ്മളുടെ സബ്മിഷൻ ഡേറ്റ് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത് 31st ഒക്ടോബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് 31st ഒക്ടോബറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വിധത്തിൽ, അവിടെ സബ്മിറ്റ് ചെയ്യുന്ന വിധത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ODL-കാർക്കും അതുപോലെ തന്നെ ഓൺലൈൻകാർക്കും ഒരുപോലെ ബാധകമാണ്. ഓൺലൈൻ പ്രോഗ്രാം ആണെങ്കിലും ODL പ്രോഗ്രാം ആണെങ്കിലും നമ്മളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ എന്ന് പറയുന്നത് ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.